Hello dears, welcome to the world of English. It is me Yasser from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SLC എക്സാമിന് ചോദിക്കാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രിപ്റ്റ് ഓഫ് പോഡ്കാസ്റ്റ്. നമ്മുടെ എക്സാമുകളിൽ ഇതുവരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷേ സർക്കാർ ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും ഇങ്ങനെ മോഡൽ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ സർക്കാർ ഇറക്കിയിട്ടുള്ള സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ദിസ് ഇസ് ദ ചാൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോളാം. The lives of William Hussenfield or Vladimir Spillman good example of generosity and resilience of human spirit. So after the war, Spillman rejoins the Polish radio. He makes a radio podcast on his experience at the time of war. Prepare a possible script of podcast എന്ന് പറയുന്നുണ്ട്. സോ വില്യം ഹൊസൻഫീൽഡ്, അതായത് നമ്മുടെ ജർമ്മൻ ഓഫീസർ എന്ത് ചെയ്തു, ജർമ്മൻ ഓഫീസർ അല്ല, വില്യം ഹൊസൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഓഫീസർ. നമ്മുടെ വ്ളാഡിസ്ലോ സ്പിൽമൻ എന്ത് ചെയ്തു, ആ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും പോളിഷ് റേഡിയോയിൽ ജോയിൻ ചെയ്തു. അതായത് നമ്മുടെ വ്ളാഡിസ്ലോ സ്പിൽമൻ ആരായിരുന്നു, നമ്മളുടെ ഒരു പോളിഷ് റേഡിയോയിൽ, പോളണ്ടിലെ റേഡിയോയിൽ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നു. യുദ്ധത്തിന് ശേഷം അദ്ദേഹം സ്വതന്ത്രനായല്ലോ, അതിനുശേഷം അദ്ദേഹം വീണ്ടും റേഡിയോയിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം സംപ്രേഷണം ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ്, പോഡ്കാസ്റ്റ് അറിയില്ല, അപ്പുറം ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. അതിനെക്കുറിച്ചാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഹി മേക്സ് എ റേഡിയോ പോഡ്കാസ്റ്റ് ഓൺ ഹിസ് എക്സ്പീരിയൻസ് ദ ടൈം ഓഫ് വാർ. യുദ്ധം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്ത് പറയുന്നു, ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കുന്ന അദ്ദേഹം റേഡിയോയിൽ. സോ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്താൽ പ്രിപ്പയർ പോസിബിൾ സ്ക്രിപ്റ്റ് ഓഫ് പോഡ്കാസ്റ്റ്. അദ്ദേഹം സംസാരിക്കുന്ന ആ യുദ്ധത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. സോ അതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എടാ എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ വീഡിയോ കണ്ടോ, ഇത് പഠിച്ചോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നല്ല ചാൻസ്, ഐ തിങ്ക് സാറ് പറയാം 99% ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓണം എക്സാമിന് ചോദിച്ചിട്ടില്ല, ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടില്ല, ഇവിടെ മോഡലിലും ചോദിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതായത് സെറ്റ് ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ 15A ക്വസ്റ്റ്യൻ ആണ് ഈ വരുന്ന ക്വസ്റ്റ്യൻ. ശരിക്കും നോക്കി വെച്ചോ. സോ ഹിന്ദികൾ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഹൈഡ്സ് ഇൻ ദ ആറ്റിക്, ആറ്റിക്കിൽ ഒളിച്ചിരുന്ന കാര്യം പറയണം. ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കണ്ടെത്തി, പിയാനോ വായിക്കാൻ ചോദിച്ചു. ഫുഡ് നൽകിയവന് 6 വർഷങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു. പിന്നെ ഓഫീസർ അദ്ദേഹത്തിന് ഫെയർവെൽ പറഞ്ഞ് പിരിഞ്ഞുപോയി. സ്പിൽമന് കോട്ട് ഗിഫ്റ്റ് കൊടുത്തു. അതേപോലെ തന്നെ ജർമ്മൻ ഓഫീസർ മിസ്റ്റേക്ക് ചെയ്തു. അതേപോലെ 6 വർഷത്തിന് ശേഷം അത് ഫ്രീ ആയി. ഹൊസൻഫീൽഡ് അദ്ദേഹം ഓർമ്മിക്കുക. ഹൊസൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഓഫീസർ, ഈ ജർമ്മൻ ഓഫീസർ ഓർമ്മിക്കുകയാണ്. ഇത്രയും ഹിന്റുകളുണ്ട്. സോ ഈ ഹിന്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. നോക്കിക്കോടാം. ഗുഡ് ഈവനിങ് ഡിയർ ലിസണേഴ്സ്. ഗുഡ് ഈവനിങ്. എല്ലാവരും ഗുഡ് ഈവനിങ് പറയണം. ദിസ് ഇസ് വ്ളാഡിസ്ലോ സ്പിൽമൻ സ്പീക്കിംഗ് ഓൺ പോളിഷ് റേഡിയോ. ഇത് സ്പിൽമൻ ആണ്, ഞാൻ സംസാരിക്കുന്നത് പോളിഷ് റേഡിയോയിൽ നിന്നാണ്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മെമ്മറി ഫ്രം ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ദ വാർ. സോ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എ മെമ്മറി ഫ്രം ദ ഡാർക്ക് ഡേയ്സ് ഓഫ് വാർ. യുദ്ധത്തിൻ്റെ ആ ഇരുണ്ട ദിവസങ്ങളിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിംഗ് ദ വാർ, ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഐ ഹിഡ് ഇൻ ദ ആറ്റിക് റൂയിൻഡ് ബിൽഡിംഗ് ഓഫ് വാർസോ എന്നുള്ള സ്ഥലത്ത് യുദ്ധം നടക്കണം. അവിടെ ഞാൻ എവിടെ ഒളിച്ചിരുന്നു, ആ ഒരു ആറ്റിക്കിന്റെ താഴെ ഒളിച്ചിരുന്നു. റോയിൻ്റെ പറഞ്ഞാൽ പൊളിഞ്ഞ കേട്ടോ. ഐ ലിവ്ഡ് ഫിയർ ആൻഡ് ലോൺലെസ്, ഞാനാകെ പേടിയിലും ഒറ്റപ്പെടലുമായിരുന്നു. നോട്ട് നോയിങ് വെദർ ഐ വുഡ് സർവൈവ് നെക്സ്റ്റ് ഡേ, നോട്ട് നോയിങ് ആർക്കും അറിയില്ല, വെദർ ഐ വുഡ് സർവൈവ് ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം ഞാൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. വൺ ഡേ, ഒരു ദിവസം ജർമ്മൻ ഓഫീസർ ഡിസ്കവേർഡ് മീ ദർ, ഒരു ജർമ്മൻ ഓഫീസർ എന്നെ കണ്ടെത്തി. ഐ വാസ് ടെറിഫൈഡ്, അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹാമിങ് മീ, അദ്ദേഹം എന്നെ പേടിപ്പിച്ചൊന്നുമില്ല കേട്ടോ, ഞാൻ പേടിക്കൽ കൂടാതെ ഹി ആസ്ക്ഡ് മീ ടു പ്ലേ ദ പിയാനോ, അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ പിയാനോ വായിക്കുമ്പോൾ ചോദിക്കും. വിത്ത് ട്രംബ്ലിംഗ് ഹാൻഡ്സ്, എൻ്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് ഐ പ്ലേഡ് ദ പിയാനോ, ഞാൻ അങ്ങനെ പീസ് ഓഫ് പിയാനോ ഞാൻ എന്ത് ചെയ്തു, പിയാനോ വായിച്ചു. ദ മ്യൂസിക് ടച്ച്ഡ് ഹിസ് ഹേർട്ട്, എൻ്റെ പിയാനോ മ്യൂസിക് നൊക്ട്രെയിൻ ആണോ വായിച്ചെന്ന് തോന്നുന്നുണ്ട്. സോ അത് വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹേർട്ടിൽ എന്ത് ചെയ്തു, എൻ്റെ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ഹേർട്ടിൽ കൊണ്ടു എന്ന് പറയുന്നത്. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം ദ ഓഫീസർ സീക്രട്ട്ലി ഹെൽപ്ഡ് മീ, ഓഫീസർ എന്നെ ഭയങ്കര സീക്രട്ടായി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഹി ബ്രോട്ട് മീ ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഡേഞ്ചർ, അദ്ദേഹം എനിക്ക് ഫുഡൊക്കെ തന്നു. അത് മാത്രമല്ല അദ്ദേഹം എന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ 6 years, ലോങ് 6 years, നീണ്ട 6 വർഷത്തിന് ശേഷം ദ വാർ ഫൈനലി കെയിം ടു എൻഡ്, അവസാനം യുദ്ധം അവസാനിക്കാനായി. ബിഫോർ ലിവിങ്, ഞാൻ ആ യുദ്ധക്കളം വിട്ടു പിരിയുന്നതിന് മുൻപ് ദ ഓഫീസർ കൈൻഡ്ലി ഗേവ് മീ ഹിസ് കോട്ട് കീപ് മീ വാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഓഫീസർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കോട്ട് എനിക്ക് തന്നു. സാഡ്ലി, ദുഃഖകരമെന്ന് പറയട്ടെ, ലേറ്റർ ഐ വാസ് മിസ്റ്റേക്കൻ എ ജർമ്മൻ ബിക്കോസ് ഓഫ് ദിസ് കോട്ട്, അവസാനം ഒരു ദുഃഖകരമെന്ന് പറയട്ടെ, അവസാനം ആ കോട്ട് ഇട്ടതിൻ്റെ പേരിൽ എന്നെ മിസ്റ്റേക്കൻ ചെയ്തു, അറിയാമല്ലോ അല്ലേ. സോ നമ്മുടെ ജർമ്മൻ ഓഫീസറുടെ കോട്ട് ഇട്ടതിൻ്റെ പേരിൽ നമ്മുടെ സ്പിൽമൻ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. സോ ടുഡേ
ഐ ലിവ് ആസ് എ ഫ്രീ മാൻ. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഒരു ഫ്രീ മാൻ ആയിട്ടാണ്, ഒരു സ്വാതന്ത്ര്യമുള്ള മനുഷ്യനായിട്ടാണ്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ കൈൻഡ്നസ് ഓഫ് ദ ഓഫീസർ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ കൈൻഡ്നസ് ഓഫ് ദാറ്റ് ഓഫീസർ. ഒരിക്കലും ആ ഓഫീസർ എന്നോട് കാണിച്ച ആ ദയ ഞാൻ മറക്കില്ല. വില്യം ഹോസൻഫീൽഡ്, അദ്ദേഹത്തിൻ്റെ പേര് വില്യം ഹോസൻഫീൽഡ് എന്നാണ്. ഹിസ് ഹ്യൂമാനിറ്റി ഇൻ എ ക്രൂവൽ ടൈം സേവ്ഡ് മൈ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഹിസ് ഹ്യൂമാനിറ്റി, അദ്ദേഹത്തിൻ്റെ ആ മാനവികത, മനുഷ്യനോട് കാണിക്കുന്ന ഒരു സാധനം, ഇൻ എ ക്രൂവൽ ടൈം സേവ്ഡ് മൈ ലൈഫ്. അതായത് അദ്ദേഹം ക്രൂവൽ ടൈമിൽ, അതായത് ഒരുപാട് ക്രൂരതകൾ നിറഞ്ഞ സമയത്ത് എന്നോട് അദ്ദേഹം ഒരു മനുഷ്യത്വം കാണിച്ചു. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ജീവിതം എന്ത് ചെയ്തു, അദ്ദേഹം രക്ഷിച്ചു. താങ്ക് യു ഫോർ ലിസണിങ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇത്രയൊന്നും അല്ലട്ടാ, കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഞാനിവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഹിൻഡിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചെറിയ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. 7 മാർക്കിന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ വേണം. സോ അതുപോലെ നല്ലൊരു പിന്നെ കൺക്ലൂഷനും വേണം. കോണ്ടന്റിൽ ഉണ്ടാവേണ്ട കോൺസെപ്റ്റുകൾ, ഈ കാണുന്ന കോൺസെപ്റ്റുകളായിരിക്കും നിങ്ങളെ സെൻട്രൽ മിഡിൽ പോർഷൻസിൽ വേണ്ടത്. അതായത് ഇവിടെ വേണ്ടത് എന്തായിരിക്കണം, ആ ഒരു ഹിൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഇത് ശരിക്കും ഇതൊരു മോഡലാണ്. ഇത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു പിന്നെ സ്ക്രിപ്റ്റ് നിങ്ങൾ സെറ്റാക്കണം. പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റായിട്ട് പഠിച്ചോ. റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളോട് ഉറപ്പായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഇതിൻ്റെ മുന്നേ സാർ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ നമ്മളുടെ ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ. നല്ലോണം നോക്കിക്കോ. ഈ 2-3-4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്ത് ചെയ്യും, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഉറപ്പായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ ബൈ, സീ യു.